നമസ്കാരം. സിവിൽ പോലീസ് ഓഫീസറെ വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഇന്നലെയാണ് സംഭവം ഉണ്ടായത്. കോവളം വെള്ളാർ സ്വദേശിയായ അഖിലിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 27 വയസ്സായിരുന്നു. കിടപ്പുമുറിയുടെ ഫാനിൽ ബെഡ്ഷീറ്റ് ഉപയോഗിച്ച് കെട്ടിത്തൂങ്ങിയ നിലയിലായിരുന്നു അഖിലിന്റെ മൃതദേഹം കണ്ടെത്തിയത്. 2.5 വർഷം മുൻപായിരുന്നു ജോലിക്ക് കയറിയത്. തിരുവനന്തപുരം AR ക്യാമ്പിലായിരുന്നു. ഇതിനിടയിൽ വയനാട്ടിൽ നിന്ന് പഠനത്തിനായി തിരുവനന്തപുരത്തെത്തി താമസിക്കുന്ന യുവതിയുമായി അഖിൽ അടുപ്പത്തിലായിരുന്നു. യുവതി സുഹൃത്തുക്കൾക്കൊപ്പം താമസിക്കുന്ന വാടക വീട്ടിൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ആത്മഹത്യ ചെയ്തിരുന്നു. യുവതിയുടെ മരണ വിവരമറിഞ്ഞ് തലസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രിയിൽ പോയി യുവതിയുടെ മൃതദേഹം കണ്ട ശേഷം കഴിഞ്ഞ ദിവസം രാത്രി 12:30യോടെ അഖിൽ വീട്ടിൽ തിരിച്ചെത്തിയിരുന്നു. പോലീസ് ക്യാമ്പിൽ പോകുന്നതായി അറിയിച്ചു പോയ മകൻ 1 മണിക്കൂറിനുള്ളിൽ തിരികെ എത്തിയത് കണ്ട് അമ്മ കാര്യം തിരക്കിയെങ്കിലും വ്യക്തമായ മറുപടി ഒന്നും അഖിൽ നൽകിയില്ല. പിന്നീടാണ് അഖിൽ ആത്മഹത്യ ചെയ്തു എന്നറിയുന്നത്. കാർ വാങ്ങിയതും പോസ്റ്റ് ഓഫീസിലുള്ള പണത്തിൻ്റെതുമടക്കമുള്ള കണക്കുകൾ കാണിച്ച് രാത്രി ഒരു 2:15 കൂടെയുള്ള മറ്റൊരു സുഹൃത്തിന് വാട്സപ്പ് സന്ദേശം അയച്ച ശേഷം അഖിൽ ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. ഇന്നലെ രാവിലെ കാപ്പി തയ്യാറാക്കിയ ശേഷം അമ്മ വിളിച്ചെങ്കിലും മുറിയിൽ നിന്ന് മറുപടിയില്ലായിരുന്നു. തുടർന്ന് ബെഡ്റൂമിന്റെ വാതിൽ തള്ളി തുറന്നു നോക്കിയപ്പോഴാണ് ഫാനിൽ കെട്ടിത്തൂങ്ങിയ നിലയിൽ മൃതദേഹം കാണപ്പെട്ടത്. മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയ മൃതദേഹം AR ക്യാമ്പിലെ പൊതുദർശനത്തിന് ശേഷം സംസ്കരിച്ചിട്ടുണ്ട്. അതേസമയം ഇത്തരത്തിൽ യുവതി മരിച്ചതിലുള്ള മനോവിഷമത്തിലാണോ അഖിൽ ആത്മഹത്യ ചെയ്തത് എന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. യുവതിയുടെ മൃതദേഹം കണ്ട ശേഷം നേരെ വീട്ടിലേക്ക് വരികയായിരുന്നു അഖിൽ. എന്നാൽ ജോലിക്ക് പോയ മകൻ പെട്ടെന്ന് തിരിച്ചു വരുന്നത് കണ്ട് അമ്മ കാര്യം തിരക്കിയിരുന്നു. പക്ഷേ മറുപടി ഒന്നും നൽകാൻ അഖിൽ കൂട്ടാക്കിയില്ല. പിന്നീടാണ് അമ്മ മകനെ കാപ്പി കുടിക്കാൻ വിളിച്ചത്. അതിനുശേഷമാണ് അഖിലിന്റെ യാതൊരു മറുപടിയും മുറിയിൽ നിന്ന് കിട്ടാത്തതിനെ തുടർന്ന് അമ്മ അടുത്തുള്ള ബന്ധുവിനെ വിളിച്ച് കാര്യം പറഞ്ഞത്. അവരെത്തിയാണ് വാതിൽ ചവിട്ടി തുറന്നത്. ആ സമയത്താണ് അഖിൽ ആത്മഹത്യ ചെയ്തത് കണ്ടത്. പിന്നീട് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. എന്തായാലും സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുന്നുണ്ട് എന്ന് പോലീസ് വ്യക്തമാക്കുകയും ചെയ്തു. തിരുവനന്തപുരം AR ക്യാമ്പിലെ ഉദ്യോഗസ്ഥനായിരുന്നു അഖിൽ. അതേസമയം കൂട്ടുകാരോടും കൂടുതൽ കാര്യങ്ങൾ ചോദിക്കേണ്ടിയിരിക്കുന്നു എന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റെന്തെങ്കിലും സാമ്പത്തിക പ്രശ്നമാണോ അതെയോ യുവതി ആത്മഹത്യ ചെയ്തതിനുള്ള ദുഃഖമാണോ എന്നൊന്നും അറിയാത്ത ഒരു സ്ഥിതിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരണമെന്ന് പോലീസ് പറഞ്ഞിരിക്കുന്നത്. ഒരു പ്രശ്നവുമില്ലാതെ വീട്ടിൽ നിന്ന് പോയ ആളാണ് തിരികെ മൂകനായി തിരിച്ചെത്തിയത്. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ഇത്തരത്തിൽ സംശയങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് വിളിച്ചപ്പോഴാണ് മുറിയിൽ നിന്ന് അനക്കം കേൾക്കാത്തത്.